അധ്യായം 1. നോഴ്സ് പ്രപഞ്ചോൽപത്തിയുടെ കഥ. ആദ്യം സർവത്ര ശൂന്യതയെ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമി അതിൻ്റെ അതിരുകളെ മൃദുവായി തഴുകിക്കൊണ്ടിരുന്ന സമുദ്രങ്ങൾ, മനുഷ്യൻ, മൃഗങ്ങൾ ഇവയൊന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പൊള്ളയായ ശൂന്യതയിൽ വായ പിളർന്നിരിക്കുന്ന കിടിലംകുള്ളിക്കുമാറ് അഗാധമായ ഒരു ഗർത്തമായിരുന്നു ഉണ്ടായിരുന്നത്. കൊടും തണുപ്പിന്റെയും ഘോര തമസിന്റെയും അനാദിമായ മൂടൽമഞ്ഞിന്റെയും ഒരു ഭൂഭാഗം ഈ അഗാധ ഗർത്തത്തിന് വടക്ക് ഭാഗത്തായി രൂപം കൊണ്ടു. സർവചരാചരങ്ങൾക്കും ഈ ഭൂഭാഗം നിഫൽഹെയിം എന്നറിയപ്പെട്ടു. അഗാധ ഗർത്തത്തിൽ ആകമാനം വ്യാപിച്ചു കിടന്ന 12 നദികളിലെ ഹിമജലം ഈ ഇരുട്ടിൽ ആഴ്ന്നു കിടന്ന ഭൂഭാഗത്തിന്റെ മധ്യത്തിലുള്ള ഹെർഗൽ മിവ് എന്ന ഊറ്റുറവയിൽ നിന്ന് പാഞ്ഞിരിച്ചു വരുന്നതായിരുന്നു. തെക്കുഭാഗത്തുള്ള മ്യൂസൽപെൽഹെയിം ഒരിക്കലും വിശപ്പടങ്ങാത്ത അഗ്നിയുടെ ഉഗ്രജ്വാലകളുടെ അസഹ്യമായ തീ തടാകമായിരുന്നു. അല്പമായി ഒന്നിച്ചേർന്ന് കട്ടിദ്രവ്യമായി മാറുന്ന ഓരോ കടോര വിഷവസ്തു ഇവിടെ നിന്നും പുറപ്പെട്ടു വന്ന അഗ്നിനദികളിൽ അടങ്ങിയിരുന്നു. വടക്ക് നിന്നും ഒഴുകിയെത്തുന്ന ഹിമം ഈ വിഷകൂമ്പാരത്തിന് അതിന്റെ മീതെ ഒരു കനത്ത മഞ്ഞുവാളി തന്നെ തീർക്കുകയുണ്ടായി. അവ മാരകമായി തീർന്നു. അത്യന്തം നിസ്സാരമായ അഗ്നിയുടെ ഭൂഭാഗത്തിൽ നിന്ന് വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റിൽ മഞ്ഞുരുകുകയും ഹിമത്തിലും വിഷത്തിലും നിന്ന് ഈമിർ ജന്മമെടുക്കുകയും ചെയ്തു. ഈമിർ എല്ലാ രാക്ഷസന്മാരുടെയും പിതാവായി അറിയപ്പെട്ടു. തന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആദ്യ ദിവസം രാത്രിയിൽ തെക്കൻ ഭൂഭാഗത്തിനടുത്തുള്ള സ്ഥലത്ത് ഈമിർ ഗാഠനിദ്രയിൽ ആണ്ടുപോവുകയും നിദ്രാവേളയിൽ വിയർപ്പിൽ മുങ്ങി കുളിക്കുകയും ചെയ്തു. അപ്പോൾ ഈമിറിന്റെ ഇടത് കൈയുടെ അടിഭാഗത്ത് നിന്ന് അയാളെപ്പോലെ രാക്ഷസ രൂപികളായ ഒരു സ്ത്രീയും ഒരു പുരുഷനും ജന്മമെടുത്തു. ഈമിറിന് ജന്മം നൽകിയ ഹിമപാളി പുതുതായി പിറന്ന സ്ത്രീക്കും പുരുഷനും പേറ്റിച്ചയാവുകയും ഔഡുംല എന്ന ശ്രേഷ്ഠ പശുവിന് ജന്മം നൽകുകയും ചെയ്തു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ അതിന്റെ അകിടിൽ നിന്നും വരുന്ന ജീവചൈതന്യവൃത്തായ പാൽ കുടിച്ച് ഈമിർ നവോന്മാഷം പ്രാപിച്ചു. ഔഡുംല അതിന്റെ പോഷണത്തിനായി ഹിമപിണ്ഡത്തിലെ ലവണം നക്കി കുടിച്ചു. അതിന്റെ നാവിന്റെയും ശ്വാസഗതിയുടെയും ചൂടിൽ നിന്ന് ആദ്യം രോമം, പിന്നീട് ശിരസ്, ഒടുവിൽ പൂർണ്ണ ശരീരവുമായി ബ്യൂറി പിറവിയെടുത്തു. ഈമറിന്റെ പുത്രിയായ ബെസ്റ്റല മകനായ ബോർ വിവാഹം ചെയ്തു. ഇവരിൽ നിന്ന് ഓഡിൻ, വിലി, വേ എന്നീ ദേവന്മാർ ജനിച്ചു. രാക്ഷസ വംശത്തിലെ ഈ 3 പുത്രന്മാർ ഉടൻ തന്നെ അവരവരുടെ സൃഷ്ടാക്കൾക്കെതിരെ പോര് തുടങ്ങുകയും അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. അത്യന്തം നിസാരമായ വൃദ്ധനായ ഈറുവിനെയാണ് അവർ ആദ്യം കൊന്നുകളഞ്ഞത്. അഗാധഗർഭം നിറയുവാൻ പോകുന്നത്രയും ചോര അയാളുടെ ഛിന്ന ഭിന്നമായ ശരീരത്തിൽ നിന്ന് ഒഴുകിയത്രേ. ഒരു ചെറുവഞ്ചിയിൽ രക്ഷപ്പെടുവാനായ ബെയർ ബ്ലിമിയറും അയാളുടെ ഭാര്യയും ഒഴികെ മറ്റു രാക്ഷസരെ എല്ലാം തന്നെ ആ രക്തത്തിൽ മുങ്ങിച്ചെത്തു. രക്ഷപ്പെട്ട ബെയർ ഗ്ലിമിയറിൽ നിന്നാണ് രാക്ഷസന്മാരുടെ ഒരു പുതുവംശം പിറവിയെടുക്കുന്നത്. ഈമറിന്റെ മരണത്തിന് ശേഷം ബോറിന്റെ പുത്രന്മാർ രക്തസമുദ്രത്തിൽ ആഴങ്ങളിൽ നിന്ന് അയാളുടെ ശരീരം വീണ്ടെടുത്ത് നിഫൽഹെയിമിൽ നിന്നും മ്യൂസൽപെൽഹെയിമിൽ നിന്നും മധ്യേയായി മിഡ്ഗാർഡ് എന്ന നമ്മുടെ ഭൂമി സൃഷ്ടിച്ചു. ഭൂമി ഈമറിന്റെ മാംസമാണ്. അയാളുടെ രക്തം സീമകളില്ലാത്ത സമുദ്രവും. ഈമറിന്റെ അസ്ഥികളിൽ നിന്ന് ദേവന്മാർ പർവ്വതങ്ങളും രോമത്തിൽ നിന്ന് വൃക്ഷങ്ങളും സൃഷ്ടിച്ചു. ഈമറിന്റെ തലയോട്ടി 4 അസ്തിത്വ സംഭവങ്ങളിലായി ഉയർത്തി നിർത്തി മ്യൂസൽപെൽഹെയിമിൽ നിന്നും പിടിവിട്ടുപോരുന്ന തീപ്പൊരികൾ സൂക്ഷിക്കാനുള്ള സ്വർഗത്തിന്റെ കലവറയാക്കി. ഈ തീപ്പൊരികൾ സൂര്യചന്ദ്രന്മാരും രാത്രിയിൽ ആകാശത്ത് വിരിയുന്ന അനന്തകോടി നക്ഷത്രങ്ങളുമായി തീർന്നു. ആകാശവിധാനത്തിലൂടെ അവയുടെ ഗതിവിഗതികൾ രാപ്പകലുകളെയും ഗ്രീഷ്മോഹന്തങ്ങളെയും ക്രമപ്പെടുത്തുമാറ് വ്യവസ്ഥിതവും സ്ഥിരവുമായി തീർന്നു. സൂര്യന്റെ വരവോടെ ഊഷരഭൂമിയിൽ അതിന്റെ സ്വർണരശ്മികൾ വീണ് പച്ചപ്പിന്റെ പുതുനാമുകൾ പ്രത്യക്ഷപ്പെട്ടു. പൊടുന്നനെ സൂര്യപ്രകാശം അവർക്ക് മാരകമായി തീർന്നു. അത്യന്തം നിസ്സാരമായ മറ്റു ദേവന്മാർ ഉടൻ തന്നെ ഓഡിൻ, വിലി, വേ എന്നിവരുമായി ഒത്തുചേർന്നു. അഗാധത്തിൽ നിന്നും മുൻഗാമികളൊന്നും ഇല്ലാത്തവരെ പോലെ അവർ പൊടുന്നനെ പ്രത്യക്ഷരാകുകയായിരുന്നു. ദേവന്മാർ പണി കഴിപ്പിച്ച അസ്ഗാഡ് എന്ന അവരുടെ വാസസ്ഥലത്ത് ഓരോ ദേവനും ഉത്കൃഷ്ടമായ ഓരോ വാസഗ്രഹവുമുണ്ട്. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നോക്കിക്കണ്ട് നടത്തുന്നതിനായി ദേവാർ അവരെ പരിഗണിപ്പിച്ച ഈ ലോകത്തെ മിഡ്ഗാർഡിൽ നിന്ന് അസ്ഗാഡിലേക്കും തിരിച്ചുമുള്ള പോക്കുവരവുകൾക്കായി അവർ ബൈഫ്രോസ്റ്റ് എന്നറിയപ്പെടുന്ന അതിവിശിഷ്ടമായ മഴവിൽ പാലം നിർമ്മിച്ചു. ബൈഫ്രോസ്റ്റിന്റെ ദേവനായി ഹൈംഡൽ ആയിരുന്നു അതിന്റെ കാവൽക്കാരൻ. ദേവന്മാർ ഒരുമിച്ചുകൂടി ഭൂമിയിൽ എങ്ങനെ ഏറ്റവും നന്നായി മനുഷ്യരെ പാർപ്പിക്കുമെന്ന് പര്യാലോചന നടത്തി. ഈമിറിന്റെ മൃതദേഹം ചീഞ്ഞ് അതിൽ നിന്നും പുഴുക്കൾ പുറത്തു വരുവാൻ തുടങ്ങിയിരുന്നു.
ദേവന്മാർ എല്ലാ പുഴുക്കൾക്കും വിവേചനശേഷിയുള്ള മനുഷ്യരൂപം നൽകി അവയെ കുള്ളന്മാരാക്കി രൂപാന്തരപ്പെടുത്തി. കുള്ളന്മാർ ഈമറിന്റെ മാംസത്തിൽ നിന്ന് ജനിച്ചവരായതിനാൽ അവർ ജനിച്ചപ്പോൾ ഏത് നിലയിലായിരുന്നുവോ അതേമാതിരി വെളിച്ചം ഏൽക്കാതെ അവരുടെ സൃഷ്ടാവിന്റെ മാംസത്തിൽ തന്നെ ജീവിതം തുടരണമെന്ന് ദേവന്മാർ തീരുമാനിച്ചു. പൊടുന്നനെ സൂര്യപ്രകാശം അവർക്ക് മാരകമായി തീർന്നു. അത്യന്തം നിസ്സാരമായ വെളിച്ചപ്പെടലിൽ നിന്ന് പോലും അവർ കല്ലുകളായി തീർന്നു. കുള്ളന്മാർക്കിടയിൽ സ്ത്രീകളില്ലാത്തതിനാൽ അവർക്ക് സന്താനങ്ങൾ ജനിക്കുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് ഭൂമിയിലെ കല്ലുകളിൽ നിന്ന് കുള്ളന്മാരെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള 2 രാജകുമാരിമാരെ ദേവന്മാർ ഇതിനായി സജ്ജമാക്കി. അങ്ങനെ കുള്ളന്മാരുടെ വംശം നിലനിന്നുപോന്നു. സസ്യജലങ്ങളുടെ ലോകത്തു നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ചത് ഓഡിൻ, ഹെമിർ, ലോത്ത് എന്നീ ദേവന്മാരാണ്. ഒരു ദിവസം ഇവർ വന്ധ്യാഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളഞ്ഞു പിരിഞ്ഞ ശാഖകളുടെ ജീവനറ്റ 2 വൃക്ഷങ്ങൾ കാണുവാനിടയായി. ഓഡിൻ ഈ വൃക്ഷങ്ങളിൽ ഒന്നിനെ പുരുഷനായും മറ്റതിനെ സ്ത്രീയായി രൂപപ്പെടുത്തി അവർക്ക് പ്രാണൻ നൽകി. ഹെമിർ ഇവർക്ക് ഓജസ്സും വിവേചന ശക്തിയും നൽകി. ലോത് ഈ സ്ത്രീ പുരുഷന്മാർക്ക് ആസക്തിയും പുതുവർണ്ണനയും കൊടുത്തു. ദേവന്മാർ സൃഷ്ടിച്ചൊരുക്കിയ ഈ പുരുഷനെ ആസ്ക് എന്നും അവന്റെ ഭാര്യയെ സ്ത്രീയെ എംബ്ല എന്നും അറിയപ്പെട്ടു. ഇവരിലൂടെ മനുഷ്യവംശത്തിന്റെ പ്രജനനത്തിന് ആരംഭമായി. ഫ്രിഗ്ജായുടെ പുത്രനായ ബോൾഡർ ആയിരുന്നു ദേവന്മാരിൽ വെച്ച് ഏറ്റവും സുഭഗനും കുലീനനും. എയ്സർമാർക്കിടയിൽ ഏറ്റവും പ്രിയങ്കരനായ നിത്യസുന്ദരവാനുമായി കാണപ്പെട്ട ബാൽഡർ എല്ലാ നന്മകളുടെയും വസന്തത്തിന്റെയും വെളിച്ചത്തിന്റെയും ദേവനായിരുന്നു. ബാൽഡറിന്റെ അമ്മ ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. പാതാള ലോകത്തിന്റെ അതിദേവതയായ ഹേൽ ബാൽഡറെ അവളുടെ ലോകത്തിലേക്ക് വഹിച്ചുകൊണ്ടു പോകുന്നതാണ് അവൻ സ്വപ്നത്തിൽ കണ്ടത്. വിനാശ സൂചനകനെയുള്ള സ്വപ്നങ്ങളാൽ ബാൽഡറുടെ മനസ്സും കുറച്ചു നാളുകളായി ശല്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ സ്വപ്നങ്ങളുടെ കുരുക്കഴിക്കുവാനായി ഓഡിൻ ശ്മശാന ദേശത്ത് നിന്ന് പൂജ്യ പ്രവാചകനായ വാലായെ വിളിച്ചു വരുത്തി. പാതാളത്തിലേക്കുള്ള അടുത്ത ഊഴം ആരുടേതാണെന്ന ഓഡിന്റെ ചോദ്യത്തിന് അത് കുലീനനായ ബാൽഡർ ആയിരിക്കുമെന്നും അയാളുടെ അന്ധസഹോദരനായ ഹോഡർ നിമിത്തമായിരിക്കും ബാൽഡറുടെ മരണമെന്നും വാല ഉത്തരം നൽകി. അത് സൂചിപ്പിക്കുന്നത് മരണാനന്തരം ബാൽഡർ ചെന്നെത്തുന്നത് ഹേലിലായിരിക്കും, അല്ലാതെ യുദ്ധത്തിൽ വീരമൃത്യു പ്രാപിച്ച തന്റെ മാനസപുത്രരൊത്ത് ഓഡിന്റെ വല്ലാലയിലേക്കല്ലായിരിക്കും. അതുകൊണ്ട് ബാൽഡറുടെ മരണത്തിന് തടയിടുവാനായി ഒരു പദ്ധതി തയ്യാറാക്കുവാൻ ദേവന്മാർ ഒത്തുകൂടി. ബാൽഡർക്ക് ഒരിക്കലും ഒരു ഉപദ്രവവും ഉണ്ടാകാത്ത നിലയും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വത്തിനെയും ഉൾപ്പെടുത്തി ഒരു ധർമ്മശപഥം ചെയ്യിപ്പിച്ച് നടപ്പാക്കണമെന്ന് അവർ തീരുമാനിച്ചു. അഗ്നി, ജലം, രാക്ഷസന്മാർ, കുള്ളന്മാർ, വെളുത്ത ശരീരികൾ, ഇഴജന്തുക്കൾ, ലോഹങ്ങൾ, പക്ഷികൾ, വിഷ്യദ്രവ്യങ്ങൾ, രോഗങ്ങൾ, കല്ലുകൾ, മനുഷ്യർ, മൃഗങ്ങൾ, സസ്യജാലകങ്ങൾ എന്നിങ്ങനെ എല്ലാറ്റിനും ഈ ശപഥം നടപ്പാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഫ്രിഗ്ജത തന്നെ സ്വയം ഏറ്റെടുത്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും തൃപ്തനാകാതെ തന്റെ മകനെ ഞെട്ടിപ്പിക്കുന്ന ദുർഗതിയിൽ മനസ്സ് തകർന്ന ഓഡിൻ മിഡ്ഗാർഡ് സർപ്പം, മരണദേവതയായ ഹെല, ഫെൻഡിൽ എന്നിവരന്മാരുടെ മാതാവായ ആങ്കർലോഡ് എന്ന പ്രവാചക രാക്ഷസിയെ സമീപിക്കുവാൻ മനസ്സുറപ്പിച്ചു. ആങ്കർലോഡ് മരണപ്പെട്ട് ഹെലയുടെ അധീനതയിലായിരുന്നതിനാൽ ഓഡിൻ ഹെലയുടെ അധികാരദേശത്തിലേക്ക് പോകുവാൻ നിർബന്ധിതനാവുന്നു. അന്ന് തൊട്ട് ബാൽഡറെ ലക്ഷ്യം വെച്ച് അയക്കുന്നത് ഏതായുധവും മുന്നം തെറ്റി അയാളെ ഹനിക്കാതെ കടന്നുപോയെന്ന് മാത്രമല്ല, ബാൽഡറെ ലക്ഷ്യമാക്കി വെറുതെ ആയുധങ്ങൾ അയച്ച് രസിക്കുക എന്നത് ഒരിഷ്ടവിനോദവുമായി തീർന്നു. യാതൊന്നിനും അയാളെ ഉപദ്രവിക്കുവാനായില്ല. ഹീനവാസക്കാരനായ ലോക്കിയും ദേവന്മാരുടെ ഈ ഒത്തുചേരലിൽ പങ്കുകൊണ്ടിരുന്നു. ആയുധപ്രകാരം മുന്നം തെറ്റിപ്പോകുന്ന ബാൽഡർക്ക് നേരെ ദേവന്മാർ ആയുധം തൊടുത്ത് നേരം പോക്കി രസിക്കുന്നിടത്ത് ലോക്കി കടന്നുകൂടി. കുറച്ചുനേരം ലോക്കി അത് നോക്കി നിന്നു. ബാൽഡർക്ക് തെല്ലും ക്ഷതമേൽക്കാതെയുള്ള ദേവന്മാരുടെ ഈ വാത്സ്യ വിനോദം ലോക്കി അത്യധികം വെറുപിടിപ്പിച്ചു. പിന്നെ ഫ്രിഗ്ജ അയാൾക്ക് സ്വാഗതമരുളുമെന്ന ശുഭവിശ്വാസത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഒരു വൃദ്ധ ഭീക്ഷണിയുടെ ദേശരൂപങ്ങൾ പ്രാപിച്ച് ഫ്രിഗ്ജന്മാരുടെ കൊട്ടാരമായ ഫെൻഡിറിൽ എത്തിച്ചേർന്നു. വ്യാജവേഷത്തിലെത്തിയ ഈ വൃദ്ധയോട് ദേവന്മാരുടെ സമ്മേളനത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഫ്രിഗ്ജ ആരാഞ്ഞു. തെല്ലും ക്ഷതമേൽപ്പിക്കാനാകാതെ ദേവന്മാർ ബാൽഡർക്ക് നേരെ കല്ലുകളും കൂർത്തമുനിയുള്ള മറ്റ് ആയുധങ്ങളും എറിഞ്ഞു രസിക്കുകയാണെന്നവൾ മറുപടി നൽകി. താൻ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനും ബാധകമായി ചമച്ച ധർമ്മപ്രതിജ്ഞ മൂലമാണ് ഈ അതിശയകൃത്യം നടപ്പാക്കിയിരിക്കുന്നതെന്ന് ഫ്രിഗ്ജ സ്ത്രീവേഷം ധരിച്ച ലോക്കിയോട് പറഞ്ഞു. എന്ത്? യാതൊന്നിനും ബാൽഡർക്ക് അപകടം വരുത്തുവാനാവില്ലെന്നോ? ലോക്കി അത്ഭുതപ്പെട്ടു. അതെ, വാൾവേലയുടെ കിഴക്കുഭാഗത്തുള്ള ഓക്കുമരത്തിൽ മിസ്റ്റിൽറ്റോ എന്ന തീരെ ചെറുതും ഒരു ധർമ്മപ്രതിജ്ഞയ്ക്ക് ത്രാണിയില്ലാത്തതുമായ ഇത്തിൽ ചെടി ഒഴികെ ഒന്നിനും ബാൽഡർക്ക് നാശം വരുത്തുവാനാവില്ല, ഫ്രിഗ്ജ പറഞ്ഞു.
ഫ്രിഡ്ജയിൽ നിന്ന് ഈ രഹസ്യം കൈവശപ്പെടുത്തിയ തൊട്ടടുത്ത നിമിഷത്തിൽ ലോക്കി അവിടെ നിന്നും പോയി തന്റെ യഥാർത്ഥ രൂപം കൈക്കൊണ്ട് തിടുക്കത്തിൽ ഓക്കുമരത്തിൽ ഇത്തൽ ചെടിയുടെ ഒരു ചില്ല മുറിച്ചെടുത്ത് ദേവസദസ്സിലെത്തി. ദേവന്മാർ അപ്പോഴും അവരുടെ വിനോദം തുടരുകയായിരുന്നു. ബാൽഡറുടെ അന്ധ സഹോദരനായ ഹോഡർ മാത്രം ഈ വിനോദങ്ങളിൽ നിന്നും പൊഴിഞ്ഞു മാറി നിൽക്കുന്നത് കണ്ട ലോക്കി അയാളോട് കാര്യമന്വേഷിച്ചു. താൻ അന്ധനായതുകൊണ്ടും തന്റെ കയ്യിൽ ഒന്നുമില്ലാത്തതുകൊണ്ടുമാണ് വിനോദത്തിൽ നിന്നും മാറി നിൽക്കുന്നതെന്ന് ഹോഡർ പരിഭവപ്പെട്ടു. അത് സാരമില്ല, വരൂ എന്ന് പറഞ്ഞ് ആവേശപ്പെടുത്തി ലോക്കി അയാളുടെ വില്ല് സജ്ജമാക്കുവാൻ ആവശ്യപ്പെട്ടു. ബാൽഡർക്ക് നേരെ ഇത്തിൽ ചില്ല എയ്തു വിടുവാൻ അയാളെ കൈപിടിച്ച് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഉത്സാഹിപ്പിച്ചു. തെല്ലും സംശയിക്കാതെ ഹോഡർ ലോക്കിയുടെ നിയന്ത്രണത്തിൽ അമ്പെയ്തു. അമ്പ് തുളച്ചു കയറി ബാൽഡർ ജീവനറ്റ് നിലത്ത് വീണു. അങ്ങനെ വലായുടെ ഭീതിത പ്രവചനം നിവൃത്തിയായി. ബാൽഡറുടെ മരണം സത്യത്തിൽ പ്രവചിക്കപ്പെട്ട മൃത്യുവാണെന്ന് ഓഡിൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹോഡർ ദേവന്മാരുടെ ഉടനടിയുള്ള പ്രതികാരത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എങ്കിലും ഓഡിന്റെ പുത്രനായ വലി പിന്നീട് ഹോഡറുടെ കഥ കഴിക്കുന്നതായി നാം കാണുന്നു. ദേവന്മാർ തങ്ങളുടെ പ്രിയങ്കരനായ ബാൽഡറുടെ ശവസംസ്കാരം നടത്തുവാൻ ഒരുങ്ങുകയായി. ഇതിനു മുമ്പ് ഒരിക്കലും മിഡ്ഗാർഡും അസ്ഗാർഡും ഇത്ര അഗാധമായ ശോകം അനുഭവപ്പെട്ടിട്ടില്ല. ബാൽഡറുടെ സ്വന്തം കപ്പലായ റിംഹോണിൽ അവർ അയാൾക്ക് ചിരസംജാതയാക്കി. പട്ടടയിൽ തന്റെ പ്രിയതമന്റെ മൃതദേഹം കണ്ട് നന്ന തൽക്ഷണം ഹൃദയം പൊട്ടി മരിച്ചു. ബാൽഡറുടെ പട്ടയോട് ചേർന്ന് നന്നായുടെ മൃതദേഹവും അടക്കം ചെയ്തു. ബാൽഡറുടെ കുതിരയെയും സർവ്വചമയങ്ങളും അണിയിച്ച് യജമാനോടൊപ്പം ചിതയിൽ ദഹിപ്പിച്ചു. പ്രത്യാശയുടെയും അനുഗ്രഹത്തിന്റെയും വചനങ്ങൾ ഉരുവിട്ടാണ് ദേവദേവനായ ഓഡിൻ തന്റെ പുത്രനായ ബാൽഡറിന് അന്ത്യയാത്ര അരുളി ചെയ്തു. എന്നാൽ ഓഡിൻ തന്റെ മകനോട് മന്ത്രണം ചെയ്ത യഥാർത്ഥത്തിൽ എന്തായിരുന്നുവെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. തോർ ചിതയ്ക്ക് തീ കൊടുത്തവയെ അറിയാതെ തീരെ ചെറിയൊരു കുള്ളനെ തട്ടി തീയിൽ വീഴ്ത്തി. ഈ കുള്ളന്റെ മരണം ദേവന്മാരും കുള്ളന്മാരും തമ്മിൽ പിന്നീട് ഒരു സംഘർഷത്തിന് നിമിത്തന്മാരാകുകയും ചെയ്തു. അതിനുശേഷം രാക്ഷസന്മാർ ഈ കപ്പൽ തുറസായ ജലവിധാനത്തിലേക്ക് തള്ളിവിട്ടു. ആളിക്കത്തുന്ന ചിതയിലെ വന്യജ്വാലകൾ ബാൽഡറുടെ അന്ത്യയാത്രയിൽ സഹചാരികളായി. ഒടുവിൽ ഈ കപ്പൽ സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് മുങ്ങിത്താഴ്ന്നപ്പോൾ പ്രപഞ്ചമാകെ പൂർവ്വ സന്ധ്യാനേരത്തെ മങ്ങിയ വെളിച്ചത്തിന്റെ നിഴലിൽപ്പെട്ട പോലെ കാണപ്പെട്ടു. ബാൽഡറുടെ വേർപാടിൽ ഏറ്റവും അധികം സങ്കടപ്പെട്ടത് അദ്ദേഹത്തിന്റെ മാതാവായ ഫ്രിഗ്ജയല്ലാതെ മറ്റാരുമല്ലായിരുന്നു. വെളിച്ചത്തിന്റെയും വസന്തത്തിന്റെയും ദേവനായ ബാൽഡർ ഒരിക്കലും മടങ്ങി വരാതെ എന്നേക്കുമായി വേർപെട്ടു പോവുകയാണോ? ജീവിതത്തിന്റെ നിറശോഭയിലേക്ക് ബാൽഡറെ തിരികെ കൊണ്ടുവരുവാൻ മൃത്യാത്മാക്കളുടെ ദേശത്തിന്റെ അധിപനായ ഹേലിനെ അനുനയിപ്പിക്കുവാൻ എന്തു വഴിയാണുള്ളത്? എല്ലാവരും ആലോചനയിലായി. ഫ്രിഗ്ജയുടെ ഹൃദയം വ്യഥയിൽ അങ്ങേയറ്റം അനുതാപം തോന്നി. നിംബിൾ എന്ന് വിളിപ്പേരുള്ള ഓഡിന്റെ പുത്രനും ദേവദൂർന്നുമായ ഹെർമോദ് തന്റെ സഹോദരനായ ബാൽഡറെ സ്വതന്ത്രനാക്കാനുള്ള ദൗത്യമേറ്റെടുത്തു. ഓഡിനയാൾക്ക് കാറ്റിനേക്കാൾ ഗതിവേഗമുള്ളതും 8 കാലുകളുള്ളതും ഹേലിലേക്കുള്ള വഴിയറിയാവുന്നതുമായ സ്ലിപ്നീർ എന്ന തന്റെ കുതിരയെ നൽകി. യാതൊന്നും തിരിച്ചറിയാനാകാതെ ഇരുട്ടുമൂടിയ താഴ്വരകളിലൂടെ 9 രാപ്പലകൾ സഞ്ചരിച്ച് ഹെർമദയഗ്നിയത് നദിക്ക് മീതെയുള്ള മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ലോകങ്ങളെ തമ്മിൽ വിഭജിക്കുന്ന തിളങ്ങുന്ന സ്വർണം കൊണ്ട് നിർമ്മിച്ച പൈഫ്രോസ്റ്റ് എന്ന പാലത്തിലെത്തിച്ചേർന്നു. ഇന്നലെ മരണപ്പെട്ടവരെ വഹിച്ചുകൊണ്ട് 5 സംഘങ്ങൾ ഇതിലൂടെ കടന്നുപോയിട്ടും താങ്കൾ ഒറ്റയ്ക്ക് കടന്നു പോകുമ്പോഴുണ്ടായത്ര പ്രകമ്പനം ഉണ്ടായില്ലല്ലോ, പാലത്തിന്റെ കാവലാളായ കന്യക അയാളോട് പറഞ്ഞു. താങ്കൾ മരിച്ചയാളല്ലാതിരിക്കെ എന്തിനാണ് ഇതിലെ സഞ്ചരിക്കുന്നത്? അവൾ കൂട്ടിച്ചേർത്തു. ഞാൻ ബാൽഡറെ തേടിയാണ് ഹേലിലേക്ക് പോകുന്നത്, ഹെർമോദ് പറഞ്ഞു. ബാൽഡർ മൃതിയുടെ കൂടാരത്തിലേക്ക് കടന്നുപോയ മാർഗം ദൂരേക്ക് കൈ ചൂണ്ടി അവൾ കാണിച്ചു കൊടുത്തു. ഹെർമോദ് യാത്ര തുടർന്ന് ഹേലിന്റെ അടഞ്ഞുകിടക്കുന്ന കവാടത്തിലെത്തിച്ചേർന്നു. കുതിരപ്പുറത്തു നിന്നിറങ്ങി ജിനിമുറുക്കി ബന്ധിപ്പിച്ച കുതിരയെ സജ്ജമാക്കി. കുതിര ഒറ്റ കുതിപ്പിന് കവാടം ചാടിക്കടക്കുകയും ചെയ്തു. ഹേലിലെത്തിയ ഹെർമോദ് ക്ഷീണിതനും പരിഭ്രാന്തനുമായ ബാൽഡറെ കണ്ടു. അയാളുടെ സമീപത്തായി നന്നായി ഇരിക്കുന്നുണ്ടായിരുന്നു. തന്റെ സഹോദരനോട് ഹെർമോദ് ആശ്വാസവാക്കുകൾ ഉരുവിട്ടു. എന്നാൽ മരണത്തിന്റെ കിരാതദേവനായ ഹേലിന്റെ നിർവാകാരതയ്ക്ക് അല്പം പോലും അയവ് തരുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മരിച്ചവർ എനിക്ക് തീരെഴുതപ്പെട്ടിരിക്കുന്നു, ബാൽഡർ എനിക്ക് അവകാശപ്പെട്ടിരിക്കുന്നു, ഹേൽ പറഞ്ഞു. എങ്കിലും ജീവനുള്ളതും മൃതിയപ്പെട്ടതും അല്ലാത്തതുമായ പ്രപഞ്ചത്തിലെ സർവസ്വവും ബാൽഡർക്ക് വേണ്ടി മുട്ടിപ്പായി കരഞ്ഞു വിളിച്ചാൽ അയാളെ തിരികെ വിടാമെന്ന് വളരെ ദീർഘമായ കൂടിയാലോചനകൾക്കൊടുവിൽ ഹേൽ സമ്മതം മൂളി. ഒരു തുരുമ്പെങ്കിലും സംഘപ്പെടാതിരിക്കുകയോ ബാൽഡർക്കെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്യുന്ന പക്ഷം ബാൽഡർ എന്നേക്കും തന്നെ അതേ അധീനതയിലാകുമെന്നും ഹേൽ അറിയിച്ചു. കഴിയുന്നത്ര വേഗത്തിൽ ഓഡിനും ഫ്രിഗ്ജയ്ക്കും ബാൽഡർ നൽകിയ സമ്മാനങ്ങളുമായി ഹെർമോദ് അസ്ഗാർഡിൽ എത്തിച്ചേർന്നു. അസ്ഗാർഡിൽ എല്ലാവരും തന്നെ ആകുലചിത്തരായി ഹെർമോദിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു.
ഹെയിലിന്റെ കൽപ്പന പറഞ്ഞു കേട്ട മാത്രയിൽ ഫ്രിഗ്ജ തന്റെ വെളിച്ചത്തിന്റെ അശരീരികളായ എൽവർ എന്ന പ്രത്യേക ദൂതരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പറഞ്ഞയച്ചു. ശിലകൾ, പാറക്കെട്ടുകൾ, ലോഹങ്ങൾ, വൃക്ഷങ്ങൾ തുടങ്ങി സകലതും ബാൾഡറുടെ തീരാനഷ്ടത്തിൽ സങ്കടപ്പെട്ട് കരയുന്നവരായി. മടക്കയാത്രയിൽ ഈ ദൂതർ ഒരു ഗുഹയ്ക്കുള്ളിലിരുന്ന് തിയോഗ് എന്ന വൃദ്ധരാക്ഷസിയെ കാണുവാനിടയായി. ദൂതന്മാർ തിയോഗിനോട് ബാൾഡറിനു വേണ്ടി കണ്ണീര് പൊഴിക്കണമെന്ന് യാചിച്ചു. ഭൂമിയോളം താണുകയാണ് അപേക്ഷിച്ചിട്ട് മനസ്സില്ലാതെ അങ്ങേയറ്റം നിർവികാരമായ തിയോഗ് അത് നിരസിക്കുകയായിരുന്നു. പ്രച്ഛന്ന വേഷക്കാരിയായ വൃദ്ധരാക്ഷസി ലോക്കിയല്ലാതെ മറ്റാരുമായിരുന്നില്ല. അങ്ങനെ ബാൾഡർ പരതയുടെ ലോകത്ത് തന്നെ അവശേഷിച്ചു. ഈ വൃദ്ധരാക്ഷസിയുടെ പെരുമാറ്റത്തിന് ദേവന്മാർക്ക് അത്യധികം മനസ്സിൽ ഇടിച്ചിലുണ്ടായിരുന്നെങ്കിലും അവർ അവളുടെ ഹീനപ്രവൃത്തികളെ ഉചിതമായി തിരിച്ചറിയുകയുണ്ടായി. നീചനായ ഈ കൊലയാളി എവിടെയായിരുന്നു? ബാൾഡറുടെ മരണവേളയിലെ സംഭ്രമാവസ്ഥയിൽ അയാൾ എങ്ങോട്ടോ ഒളിച്ചു കിടക്കുകയായിരുന്നു. പർവ്വത പ്രദേശത്തെ 4 ദിക്കുകളിലേക്കും ഓരോ വാതായനം പിടിപ്പിച്ച് ഒരു വസതിയിൽ അയാൾ ഒഴിച്ചു കഴിയുന്നതായി ദേവന്മാർ മനസ്സിലാക്കി. അവർ അവിടേക്ക് പുറപ്പെട്ടു. ദേവന്മാർ അങ്ങോട്ടേക്ക് എത്തുന്നത് ലോക്കി ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കും. മീൻപിടുത്തക്കാരുടേതുപോലെയുള്ള ഒരു വല അയാൾ കണ്ടെത്തി ഉപയോഗിച്ചിരുന്നു. ഓടിനും മറ്റ് ദേവന്മാരും അയാളെ പിടികൂടുവാൻ എത്തുന്നത് ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കിയ ലോക്കി സ്വയം ഒരു സാൽമൽ മത്സ്യത്തിന്റെ രൂപം പ്രാപിച്ച് ജലാശയത്തിലേക്ക് ഒളിക്കുന്നതിന് മുമ്പ് തന്റെ വല തീയിലെറിഞ്ഞു. അവിടെ അവശേഷിച്ചിരുന്ന വലയുടെ ചാമ്പൽ ലോക്കി ഒരു ആകൃതി അടയാളപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്നാണ് ലോക്കിയെ കീഴ്പ്പെടുത്തുന്നതിനുള്ള സൂചന ദേവന്മാർക്ക് ലഭിച്ചത്. ദേവന്മാർ ലോക്കിയെ പിടികൂടുക തന്നെ ചെയ്തു. ലോക്കി ചെയ്ത കൊടുംപാതകത്തിന് സമമായ ഘോര പ്രതികാരമാണ് ദേവന്മാർ നടപ്പാക്കിയത്. ഹെയിലിന്റെ അധീനതയിലുള്ള ദേശത്തെ ഒരു ദ്വീപിലേക്ക് അവർ അവനെ കൊണ്ടുപോയി. ശരീരം തെല്ലും അനക്കാനാവാത്ത നിലയിൽ കൂർത്ത അഗ്രങ്ങളുള്ള ഒരു പാറയിൽ ചേർത്ത് വിരിഞ്ഞുകെട്ടി ശിരസിന് മുകളിലായി ഉഗ്രവിഷം അവന്റെ മുഖത്ത് തുള്ളിത്തുള്ളിയായി വീഴ്ത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു പിരിയൻ പാമ്പിനെ കെട്ടിത്തൂക്കിയിട്ടു. ലോക്കിയുടെ വിശ്വസ്തയായ ഭാര്യ സിഗുന അല്ലെങ്കിൽ സിഗ്യു അയാളുടെ സമീപത്ത് തന്നെ നിന്ന് താഴേക്ക് വീഴുന്ന വിഷം ഒരു പാത്രത്തിൽ ശേഖരിച്ചു. പാത്രം കാലിയാക്കുവാനായി പിൻവാങ്ങുന്ന ഇടനേരത്ത് അവന്റെ മുഖത്ത് വീഴുന്ന ഉഗ്രവിഷത്തിന്റെ കാഠിന്യത്താൽ മരണവേദനയെടുത്ത് അവൻ അതിഘോരമായി നിലവിളിച്ചു. ഉന്മത്ത വേദനയിൽ അവൻ പുളഞ്ഞപ്പോൾ മിഡ്ഗാർഡ് ആകമാനം ഇളകി ഉറച്ചു. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭീതപദമായ ഈ പ്രകമ്പനത്തെ മനുഷ്യ ഭൂകമ്പം എന്ന് വിളിച്ചു. നടുക്കത്തിന്റെ ആ കരാള രാത്രികളിൽ സമുദ്രത്തിന്റെ ആഴങ്ങളിലെ മിഡ്ഗാർഡ് സർപ്പം ശോഭിച്ചുകളയുന്നതു മൂലം കൂറ്റൻ തിരമാലകൾ കരയിൽ ആഞ്ഞടിക്കുകയും മിഡ്ഗാർഡിലെ കടലിൽ നിന്നും വേർതിരിക്കുന്ന ഭിത്തിയിലേക്ക് പ്രളയജലം പരാക്രമത്തോടെ ഇരമ്പിക്കേറുകയും ചെയ്യുന്നു. ഫെൻഗ്രിം ചെന്നായയുടെ പൈശാചിക ഭീതി നിറഞ്ഞ മോങ്ങൽ ഇതിനൊക്കെ അകമ്പടിയാകുന്നു. സകലതും ഇല്ലാതായി തീർന്നു. ദേവാരുടെ നിത്യശോഭ കെട്ടുപോകുന്ന റാഗ്നറോക്ക് വരെ ഇത് തുടരുന്നു.